ഹായ് 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 ഹായ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്താൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. കാരണം ഇത്തവണ ഫുൾ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ എല്ലാ സ്ട്രീമിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിൽ +2 നിന്നും ഫുൾ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ വെറും 41 ആളുകൾ മാത്രമേ ഉള്ളൂ. അതിന് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിനകത്ത് നമ്മുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ 3 ആളുകൾക്ക് ഫുൾ മാർക്കുണ്ട്. ആ ഫുൾ മാർക്കുള്ള 41 ആളുകളിൽ ഒരാളാണ് നീരജ. കൊല്ലത്തുള്ള നീരജയെ ഞങ്ങൾക്ക് നേരിട്ട് തന്നെ വന്ന് കാണണമെന്നുണ്ട്. ഇപ്പോഴല്ല, നാളെയോ മറ്റന്നാളായിട്ട് ഞങ്ങൾ എല്ലാവരും നേരിട്ട് വന്ന് കാണുന്നതായിരിക്കും. നീരജയുടെ വീട്ടിലോട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് മീറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നീരജയെ ഇങ്ങനെ ഓൺലൈനായിട്ട് കാണാമെന്ന് പെട്ടെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നീരജ ഇപ്പോൾ ഞങ്ങളെ കണ്ട് സർപ്രൈസ് ആയ പോലെ തന്നെ ഞങ്ങളും അതേ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അതാദ്യം അറിയിക്കട്ടെ. പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നീരജ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 1200-ൽ 1200 മാർക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ അത് നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെറുതായിട്ട് പറയാൻ പറ്റിയൊരു കാര്യമല്ല. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന റിസൾട്ടുകളിൽ ഫുൾ മാർക്കോ ഫുൾ A+ഓ ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾ മാത്രം പറയുന്ന അല്ലെങ്കിൽ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഉണ്ടായിരുന്ന ചോദ്യപേപ്പറിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനമാക്കി 1200-ൽ 1200 നേടിയ നീരജ എന്ന് പറയുന്നത് ഞങ്ങൾ ഇനിയും വരും വർഷങ്ങളിൽ പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ മാത്രം കുറേ നേരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. NK സാർക്കും കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ നീരജയ്ക്ക് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായും പറയാം. യെസ്, പക്ഷെ എന്തായാലും വലിയ കാര്യമാണ് നീരജ, കൺഗ്രാറ്റ്സ്. എന്തായാലും ഈ മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെയാണ്, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പല കുട്ടികളും പറയുമ്പോഴും സൈലത്തിൽ നിന്ന് ഫുൾ മാർക്ക് നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. സോ എന്താണ് സൈലത്തെ പറ്റി നീരജയ്ക്ക് പറയാനുള്ളത്? അഗ്നി ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അഗ്നി ബാച്ചിൻ്റെ ക്ലാസ്സുകളൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്ന കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? കാരണം ഈ പറയുന്ന വീഡിയോ കുറേ ഫ്രണ്ട്സ് എന്തായാലും കാണും, ജൂനിയേഴ്സ് കുറേ പേര് കാണാനിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അഗ്നി ബാച്ചിൻ്റെ ക്ലാസ്സുകളെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് പറയാമോ? സാർ സൗണ്ട് ഓക്കെയാണ്, സംസാരിച്ചോളൂ. ഓക്കെയാണ്. അപ്പൊ അഗ്നി ബാച്ചിൽ കൂടുതലും ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന നോട്ടിനോടൊപ്പം നമ്മൾ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ റിവൈസ് ചെയ്യുന്നതിലായിരിക്കും കാര്യം. അപ്പം അഗ്നി ബാച്ചിൽ കയറിയതിന്റെ എന്റെ പ്രധാന ഉദ്ദേശം തന്നെ അതായിരുന്നു. കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ പുതിയതായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നല്ലോ. അപ്പം നിതിൻ സാറായാലും മാധവ് സാറായാലും എല്ലാവരും പുതിയ ഓരോ ഇൻസ്റ്റാളാണ്, അതേപോലെ ഓരോരോ പുതിയ ഫീച്ചേഴ്സ് ആയിട്ട് വരുമ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി. അതാണ് അഗ്നി ബാച്ചിൻ്റെ ഒരു മെയിൻ ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. യൂട്യൂബിലെ ക്ലാസ്സിനേക്കാളും ബാക്കി എല്ലാത്തിനേക്കാളും നമ്മുടെ ആപ്പിൽ വരുമ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്പ്. പ്രത്യേകിച്ച് ഫിസിക്സിന്റെ കാര്യത്തിൽ എനിക്ക് എക്സാം ഫിസിക്സ് ഒരുപാട് പേർക്ക് പാടാണ് പറഞ്ഞപ്പോഴും അത് എനിക്ക് തോന്നിയൊരു കാര്യം അവർക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒരു ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. ഈ വട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന് വരുന്ന പ്രീവിയസ് ഇയർ പോലെ അല്ലാതെ വന്നൊരു ടൈപ്പ് ആയതുകൊണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഗ്രാഫൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ അത് പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ ചെയ്തത് അതങ്ങനെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ പലരോടും പറയുന്നതും അതായിരുന്നു, ചാപ്റ്റർ പഠിക്കുന്നതും തിയറി പഠിക്കുന്നതും അല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ എത്ര റിവൈസ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള അതിലാണ് കാര്യം. അതുപോലെ തന്നെ ചോദിക്കാനുള്ളത് എങ്ങനെയായിരുന്നു ഇപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അതായത് ക്രിസ്മസ് എക്സാമിന് ശേഷമൊക്കെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് നേടാമെന്ന് വിചാരിക്കുന്ന കുട്ടികൾ കറന്റ്ലി ഇപ്പോൾ +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? അതായത് നീരജ് എങ്ങനെയായിരുന്നു? ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷൻ ആയിരുന്നു അതോ തുടക്കം മുതൽ സ്ട്രക്ചർ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ തുടക്കം തൊട്ടങ്ങ് അത്രയ്ക്ക് ഇതില്ലായിരുന്നു. എന്നാലും ക്രിസ്മസ് എക്സാം അതല്ല, ഓണം എക്സാം കഴിഞ്ഞപ്പോഴത്തേനും തൊട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു സ്ട്രക്ചർ ആവാൻ തുടങ്ങി. ഓണം എക്സാം വരെ നമ്മളിങ്ങനെ കളിച്ചിങ്ങനെ വന്നിട്ട് കുറച്ച് ഇതാവാൻ തുടങ്ങിയത് അപ്പോഴാണ്. പിന്നെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോഴത്തേനും നല്ല സീരിയസ് ആവാൻ തുടങ്ങി. അധികം സമയമില്ല, പ്രാക്ടിക്കൽസും കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് സമയം കിട്ടാതായി. പിന്നെ കുറെ റിവൈസ് ചെയ്ത് ഇതിലിപ്പോൾ ഈ വർഷം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ +2 പഠിക്കാനുള്ള സമയം കുറവും, അതിനോടൊപ്പം ലാബ് എക്സാംസും ലാബിൻ്റെ ലാബിൻ്റെ മോഡല് പബ്ലിക് എല്ലാം വരുന്നുണ്ട്, റെക്കോർഡ് വർക്ക് വരുന്നുണ്ട്. അതിനപ്പുറത്ത് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഈ +2 എക്സാമിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു.
അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ പഠിക്കാനായിട്ടുള്ള സമയം, അതായത് പ്ലസ് ടുവിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയം വളരെ വളരെ കുറവായിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ നിങ്ങളുടെ ജൂനിയേഴ്സിനോട് ഞങ്ങൾ പറയുന്നത് പഠിക്കാനുള്ള സമയം വളരെ കുറവായിരിക്കും ലഭിക്കുക. അതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ സ്ട്രക്ചേർഡായിട്ട് കൊണ്ടുപോകണം എന്നുള്ള പ്ലാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ full A+ അല്ല, ഫുൾ മാർക്കിലോട്ടും എത്തിക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങളും കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളിലോട്ട് ഫുൾ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പ്ലസ് 1 അല്പം മാർക്ക് കുറവായിട്ടുള്ളവരാണെങ്കിൽ പോലും പ്ലസ് 2 ഇരുന്ന് പഠിച്ചാൽ പ്ലസ് 2 മുഴുവൻ മാർക്ക് നേടാൻ സാധിക്കും എന്ന കോൺഫിഡൻസ് നൽകത്തക്ക രീതിയിൽ നീരജയുടെ ജൂനിയേഴ്സിനോട് എന്താണ് പറയാനുണ്ടാവുക? പ്ലസ് 1 മാർക്ക് കുറഞ്ഞെന്ന് വെച്ച് അങ്ങനെ വലുതായിട്ട് പേടിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 1 സിലബസ് വൈസ് പ്ലസ് 2 കുറച്ച് എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇത് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മാത്സിൽ ഇന്റർപ്രിട്ടേഷൻ പാടായിട്ട് തോന്നും. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്ലസ് 1 കുറച്ച് എളുപ്പമാണ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം. അപ്പം നമ്മൾ ആദ്യം കൊണ്ടേ പ്ലസ് 1 കുറഞ്ഞ വിഷമത്തിൽ ഇരിക്കുകയാണെങ്കിലും പ്ലസ് 2 ആദ്യം കൊണ്ടേ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് വന്നാൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലാതെ പ്ലസ് 1 മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്ലസ് 2 നമുക്ക് അതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ടാലി ആയിട്ട് പോയിക്കോളൂ. അപ്പൊ അങ്ങനെ നമ്മളെ കയ്യിലിരിക്കുവാണ് മാർക്ക്. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നോ അത്രയും കിട്ടും. ബാക്കിയുള്ളവർക്ക് തരാൻ പറ്റുന്ന മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ഒക്കെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നോ അതിനുള്ളത് അതിനപ്പുറത്ത് ഒരു ജൂനിയേഴ്സിന് നല്ലൊരു അഡ്വൈസ് കൊടുക്കാനായിട്ടില്ല. ഗ്രേറ്റ്, സൂപ്പർ. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നീരജയെ ഓൺലൈനിൽ കണ്ടതിൽ വളരെയധികം സന്തോഷം. ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും നേരിട്ട് വരുന്നതായിരിക്കും, അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും. കൊല്ലം ജില്ലയിൽ സൈലൻസ് അവാർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നീരജ അതിനും നേരിട്ട് ഒന്നും കൂടെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ പാരൻസിനെയും എല്ലാവരെയും ഒന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കുക. വീട്ടിലെല്ലാവരും ഹാപ്പിയിലായിരിക്കും ഇരിക്കുന്നതല്ല, അത് ഫേസിൽ അറിയാൻ കഴിയുന്നുണ്ട്. വലിയൊരു സന്തോഷം. കഴിഞ്ഞ വർഷത്തെ എഫേർട്ടിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആ സന്തോഷം അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി വരുന്ന ജൂനിയേഴ്സിനും അത് ഉണ്ടാവട്ടെ. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് A+ ഫുൾ മാർക്കൊക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നീരജയുടെ ഒരു ഫ്യൂച്ചറൊക്കെ നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെ ആവട്ടെ, നല്ലൊരു കരിയർ ആവട്ടെ. തുടർന്ന് നന്നായി തന്നെ പഠിക്കുക. ഇതേ കാര്യം തന്നെ ഇനി അങ്ങോട്ടുള്ള എന്ത് തന്നെ പഠിക്കാൻ പോവുകയാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നേരിട്ട് കാണാം നീരജ. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സലൻസ് അവാർഡിലും കാണാം. സോ കൺഗ്രാറ്റ്സ്. താങ്ക് യു.